അച്ചു അച്ചു എങ്ങട്ടാ പോണ്? മുടി എന്ത് ചെയ്യാനാ? മുടി അടിച്ചാനാ? എങ്ങട്ടാ പോണ്? തിരുപ്പതിക്കാ? ആ എന്നിട്ട് എന്താ ചെയ്യാ? മുടി എന്താ ചെയ്യാ മോള്? സാമിച്ചു വെക്കുവോ? കുഴപ്പമുണ്ടാ മുടി കൊടുക്കുമ്പോ? കുഴപ്പമില്ല. വിഷമണ്ടാ? ഇല്ല, നല്ല മുടി വരൂല്ലേ? നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുപ്പതി അമ്പലത്തേക്കാണ്. ആന്ധ്രാപ്രദേശിലാണ് ഈ അമ്പലം. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഇത് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ വണ്ടി പോകുമ്പോൾ ജസ്റ്റ് വടക്കാഞ്ചേരി അടുത്തുള്ളൊരു ഉത്രാളിക്കാവ് അമ്പലമുണ്ട്. അത് നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത. ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ട്രെയിൻ 3 മണിക്കായിരുന്നു. 3:30 ആകുമ്പോഴാണ് ട്രെയിൻ വന്നത്. കൊല്ലത്താണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് നമ്മളിപ്പോൾ റിസർവേഷൻ 1 മാസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മാസം മുന്നേ നമ്മൾ ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു നമ്മൾ. അത് ലാസ്റ്റ് 2 ദിവസം ആകുമ്പോഴാണ് കൺഫേം ആയത് ടിക്കറ്റ്. ലോങ് ആയതുകൊണ്ട് നമ്മൾ റിസർവേഷൻ എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ണീനൊക്കെ ആയിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചിട്ടേ. പിന്നെ നമ്മൾ പോകുമ്പോൾ ട്രെയിനിൽ കണ്ട സ്ഥലം ഏതാണെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മളവിടെ എത്തണ വരെ പകലൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പാലക്കാടാകുമ്പോൾ നമുക്ക് കുറേ മലകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. പിന്നെ ട്രെയിനിലും വലിയ തിരക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ അതിൽ അത്രയ്ക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് തൃശ്ശൂരിൽ നിന്ന് ഒരു 3 മണിക്ക് എടുത്തു കഴിഞ്ഞ് നമ്മൾ പുലർച്ചെ പിറ്റേ ദിവസം പുലർച്ചെ ഒരു 3:30 ആകുമ്പോഴാണ് നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തുക. അത് 3:30 എന്നുള്ളത് നമ്മുടെ വണ്ടി 4 മണി 4:15 ആയി അവിടെ എത്തുമ്പോൾ. പിന്നെ തിരുപ്പതി അമ്പലത്തിനെ കുറിച്ച് പറയാൻ വെച്ചെങ്കിൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠയായ വെങ്കിടേശ്വരൻ, ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ, സപ്തഗിരീശ്വരൻ, ആദിനാരായണൻ എന്നീ പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് നമ്മൾ ലൈനിൽ നിൽക്കുമ്പോഴേ എല്ലാ ആൾക്കാരും അവിടുത്തെ ആൾക്കാർ ഗോവിന്ദ 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 എന്നാണ് ഇങ്ങനെ ഉറക്കെ വിളിച്ചിരുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. തമിഴ്നാട്, സേലം, ഈറോഡ് ആ റൂട്ടൊക്കെയാണ് ഈ ട്രെയിൻ പോണത്. അവിടെ ഫുള്ളി മലനിലകൾ തന്നെ. അവിടെ എത്തണ വരെ നമുക്ക് ഈ മലകൾ തന്നെയാണ് കാണാൻ പറ്റുക. പാലക്കാടൻ ചുരം, പശ്ചിമഘട്ടം, അതിൻ്റെയൊക്കെ മലകൾ പാലക്കാട് ഭാഗത്തുണ്ട്. പിന്നെ അങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ അവിടെ എത്തണ വരെ ഈ മലകളും കാര്യങ്ങളും. തിരുപ്പതിയിൽ പിന്നെ നമ്മൾ സാധാരണ അമ്പലം പോലെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ദർശനം കിട്ടിയിട്ട് അങ്ങനെ വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് SSD ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും 5 മണിക്കാണ് ഓപ്പൺ ആവുക. നമ്മളൊരു 4 മണി തൊട്ടിട്ട് 4 മണിക്കാണ് നമ്മളവിടെ എത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വിഷ്ണു നിവാസം കോംപ്ലക്സ് എന്ന് പറയും. അവിടെ ക്യൂവിൽ നിൽക്കുന്നത്. അവിടെ 2 മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് SSD ടോക്കൺ കിട്ടിയത്. അതിന് നമ്മൾ ആധാർ കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാർക്ക് ആധാർ കാർഡ് വെച്ചിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളും എടുത്താണ് നമുക്ക് ടോക്കൺ തരിക. ഇന്ന് ടോക്കൺ തരിക, നാളേക്കുള്ള ടോക്കണാണ് കിട്ടുക. വിഷ്ണു നിവാസത്തിൽ ഒരു 30,000 പേർക്ക് ടോക്കൺ കിട്ടും. പിന്നെ ഒരു ഭുവനേശ്വരി കോംപ്ലക്സ് ഉണ്ട്, ശ്രീനിവാസം കോംപ്ലക്സ് ഉണ്ട്. ശ്രീനിവാസം കോംപ്ലക്സ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ സ്ലോട്ട് കിട്ടിയേക്കുന്നത് പിറ്റേ ദിവസം രാത്രി 9 മണിക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ പോകുമ്പോഴേക്കും സ്ലോട്ട് ആകെ 1000 സംതിങ് എന്തോ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്ലോട്ട്. അതാണ് നമുക്ക് 9 മണി 10 മണി മാത്രമേ സ്ലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫില്ലായി ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നുള്ളൂ. 2 മണി തൊട്ട് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നതാണ് പുലർച്ചെ. വിഷ്ണു നിവാസം കോംപ്ലക്സ് ഫുള്ള് റഷാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അത്രയും റഷ്, അത്രയും ആൾക്കാരാണ് അവിടെ. പിന്നെ ഇത് നമ്മൾ നിൽക്കണത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ തിരുപ്പതിയിൽ നമ്മൾ തിരുമലയ്ക്ക് പോവുകയാണ്. നമ്മൾ APRTCയുടെ ബസ്സിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരു കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെക്കിങ് ഉണ്ട്. ആ ചെക്കിങ്ങിൽ നമ്മൾ ലഗേജ് കാര്യങ്ങൾ എല്ലാതും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് വിടുക. അപ്പുറത്തേക്ക് വെച്ചാൽ നമ്മുടെ ബസ് അവിടെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാവരും അപ്പോൾ നമ്മൾ പോയപ്പോഴും അത്ര വലിയ തിരക്കില്ല. അപ്പുറത്തൊക്കെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, ഒരെണ്ണമല്ല കുറേ കൗണ്ടേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും അത്ര തിരക്കില്ല. പിന്നെ അവിടെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ്. പറഞ്ഞില്ലേ, തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് 3/4 മണിക്കൂറോളം ബസ് യാത്ര ഉണ്ട്. അത് നല്ല ഫുൾ ചുരങ്ങളാണ്. നമ്മൾ വയനാടൊക്കെ പോണ പോലെ വയനാട്ടിലേക്കാളും വലിയ ചുരം തോന്നുന്നത് ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴ്ത്തിക്ക് നോക്കുമ്പോഴേ.
പിന്നെ ഇത് ഫുള്ള് ഫോറസ്റ്റാണ്, നമ്മൾ പോണ വഴി ഫുള്ള് ഫോറസ്റ്റും കാര്യങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ 7 മലകളുണ്ടെന്ന് തോന്നുന്നു തിരുമലയിൽ. 7 മലകളിൽ ഓരോന്നിൻ്റെ പേര് ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, വൃഷഭാദ്രി, നാരായണാദ്രി, വെങ്കിടാദ്രി. ഈ അവസാനത്തെ ഈ വെങ്കിടാദ്രിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് സപ്തഗിരി എന്നും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ പുഷ്കരണി എന്ന് പറയുന്ന ഒരു വലിയൊരു കുളത്തിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം. പുഷ്കരണിയിൽ ഇവിടെ മോളും ഹസ്ബൻഡൊക്കെ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോ അത്ര അലൗഡ് അല്ല, അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡൊക്കെ പറയുന്നുണ്ട് പുഷ്കരണിയിൽ നമ്മൾ കുളിക്കാൻ വെച്ചെങ്കിൽ അത്രയും തീർത്ഥാടകർ വന്നിട്ടും അവിടെ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. ശബരിമല, നമ്മുടെ ഇവിടുത്തെ ശബരിമലയൊക്കെ നോക്കുമ്പോൾ ശബരിമലയിലൊന്നും നമുക്ക് കുളിക്കാനോ കാര്യങ്ങളോ, അപ്പോൾ മോളായിട്ടൊക്കെ ഹസ്ബൻഡ് പണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കുളിക്കാനോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴൊക്കെ ഭയങ്കര മാലിന്യം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇല്ല. അതൊന്നുമില്ല. അത്രയും അമ്പലം പരിസരമായാലും അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഇതാക്കിയേക്കണത്. പിന്നെ നമ്മൾ ലൈനിൽ നിൽക്കുകയെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ക്യൂവിലായിട്ട് നമ്മൾ നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കുക വെച്ചെങ്കിലും ഓരോ ഇതിലും ബാത്റൂം കാര്യങ്ങൾ, വെള്ളം കാര്യങ്ങൾ, അങ്ങനെ എല്ലാതും അത്രയും പെർഫെക്റ്റായിട്ട് അവർ ചെയ്തേക്കണം. നമ്മൾ ലൈനിൽ നിൽക്കുകയെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ കറക്റ്റ് സമയത്തിന് അവർ അവിടേക്ക് എത്തിച്ചു തരും. അവരുടെ ഫുഡാവും, എന്നാലും അതും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിച്ചു തരും. ഇത് പിന്നെ മുടിയൊക്കെ മൊട്ടടിച്ചിട്ട് നമ്മൾ അമ്പലത്തേക്ക് തൊഴാൻ ദർശനത്തിനായിട്ട് പോണതാണ്. അത് നമ്മൾ മുടി ഇതാക്കണത് കാര്യങ്ങളൊന്നും നമുക്കവിടെ വീഡിയോ എടുക്കാൻ നമുക്ക് അലൗഡല്ല. അതിനൊക്കെ ടോക്കൺ ഉണ്ട് കേട്ടോ. നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ടോക്കൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ വണ്ടി ബസ് നിർത്തിയ സ്ഥലത്ത് നിന്ന് തിരുമലയ്ക്ക് 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമുക്കറിയില്ല, നമ്മളിങ്ങനെ നടന്നു, ഇത് ഓരോ സെക്ഷന് നമുക്കറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് കാര്യങ്ങളൊന്നും അറിയില്ല. അത്രയും വിശാലമായൊരു സ്ഥലത്താണ് ഇതുള്ളത്. അവിടെ പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നിട്ട് നമുക്ക് ആ കൗണ്ടറിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ടോക്കണിൽ എഴുതിയിട്ടുണ്ട് ഏത് കൗണ്ടറിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ്. നമ്മളൊരു 12:30 ആകുമ്പോഴാണ് നമ്മൾ ലൈനിൽ കയറിയത്. നമ്മുടെ ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് രാത്രി 9 മണിക്കാണ് നമുക്ക് ദർശനത്തിൻ്റെ സമയം. അവിടെ അങ്ങനെ സമയം കാര്യങ്ങളൊന്നും നോക്കണില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 12:30-ക്ക് കയറിയിട്ട് പിന്നെ നമുക്ക് അത്രയും റഷും കാര്യങ്ങളൊന്നും തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 3/4 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടക്കുമായിരുന്നു. കുറേ ഇങ്ങനെ നടക്കണം, നമുക്കറിയില്ല നമ്മൾ ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. അവരവിടെ അങ്ങനെ ഇട്ടുണ്ടാവും. ആ വഴി നമ്മളിങ്ങനെ കുറേ അങ്ങോട്ട് പോവും അങ്ങനെയായിട്ട് കുറേ നടന്നു. 3/4 മണിക്കൂറോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. അത് ലൈൻ തന്നെയാണ്, ലൈനിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു 10 എന്ന് പറഞ്ഞൊരു കൗണ്ടറിൽ നമ്മളെ അവർ ബ്ലോക്ക് ചെയ്തു. അവിടെ ഒരു 1 മണിക്കൂറൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊരു തിരക്ക് കാരനാന്ന് തോന്നുന്നു. ഓരോ കൗണ്ടറിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 3 മണിയാകുമ്പോഴേക്കും നമുക്ക് ദർശനം കിട്ടി. ഒരു 2.5-3 മണിക്കൂറൊക്കെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. പിന്നെ നേരത്തെ കാണിച്ച ചിത്രത്തിലുള്ളതാണ് പുഷ്കരണി എന്ന് പറഞ്ഞ അവിടുത്തെ കുളം. ഇത് നമ്മളൊരു 7:30 ആകുമ്പോഴാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്, തിരുപ്പതിക്ക് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ രാത്രിയുള്ള ഒരു കാഴ്ചകളാണ് അടിയിൽ കാണുന്നതാണ് തിരുപ്പതി എന്ന് പറഞ്ഞ സിറ്റി. പിന്നെ അവിടെ ദർശനം കിട്ടാൻ 3-4 തരം ഇതാണുള്ളത്. ഒരെണ്ണം VIP ടോക്കൺ ഉണ്ട്, അത് 10,000 രൂപ കൊടുത്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് കാണാൻ തോന്നുന്നു. പിന്നെ SSD ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. രാവിലെ 5 മണിക്ക് ടോക്കൺ കൊടുക്കില്ല, അത് നമുക്ക് ലൈനിൽ നിന്ന് കിട്ടാം. പിന്നെ 300 രൂപയുടെ ഒരു ഇതുണ്ട്, അത് 3 മാസം ബുക്കിംഗ് ആവും. നമ്മൾ പിന്നെ എന്ത് കാര്യത്തിന് പോകുമ്പോഴും തിരുപ്പതിക്ക് പോകുമ്പോൾ ആധാർ കാർഡ് മസ്റ്റാണ്. എന്ത് നമ്മളിപ്പോൾ മുടി ഇതാക്കണമെങ്കിലും എല്ലാത്തിനും നമ്മൾ ഈ ആധാർ കാർഡ് കാണിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ടോക്കൺ കിട്ടുള്ളൂ. ഇപ്പോൾ SSD ടോക്കൺ കിട്ടണമെങ്കിലും ആധാർ കാർഡ് മസ്റ്റാണ്.